ധിക്കിട്ട് ഖിക്കിട്ടതാൻ ആക്കിടത്തെ തുക്കിടത്തെ താക്കിടത്തെ തുക്കിടത്തെ താ എന്നതാ താക്കിട്ട് ധിക്കിട്ട് താദിന്താ എന്നതാ താക്കിട്ട് ധിക്കിട്ട് താദിന്താ താക്കിട്ടുക താക്കി ധിക്കിട്ട താക്കിടത താക്ക സമീർ ബ്രോ, ഈ റോസ് എന്ത് രസമായിട്ടാ കളിക്കുന്നല്ലേ. നല്ല ഡാൻസറാ. നന്നായിട്ടില്ല. നിന്റെ കാല് പോലും നിനക്ക് കൺട്രോൾ വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിനക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹം അല്ലേ സമീർ ബ്രോ? ഇവിടെ ചിലരൊക്കെ ഒരു കഴിവില്ലാതെ ഫേമസ് ആവാൻ നോക്കുക. അതെന്തായാലും നീ പറഞ്ഞ കറക്റ്റാണ്. അവിക്കുട്ടന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്നാണോ? വേണ്ട മോനെ, ഹൈഡ് ആൻഡ് സീക്ക്. ശരി, ഓക്കെ, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം കേട്ടോ. പക്ഷേ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? അലമാര, സ്റ്റേഴ്സ്, അവിടെ ഒന്നും ഒളിക്കാൻ പാടില്ല. ഓക്കെ ആണോ? പിന്നെ ഈ സ്ഥലമല്ലാതെ വേറെ എവിടെയും പോയി ഒളിക്കരുത്. പ്രോമിസ്? വേണ്ട വിക്, നമുക്ക് രണ്ടുപേർക്ക് സമാധാനത്തോടെ കളിക്കാം. വെറുതെ അടികൂടണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും കളിക്കാമേ. ടിറ്റു, ദിയ, നമുക്ക് പ്രാക്ടീസ് പിന്നെ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? ഹൈഡ് ആൻഡ് സീക്ക്. ഞങ്ങൾ ഒളിച്ചിരിക്കാം, നീ ഞങ്ങളെ കണ്ടുപിടിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തു പറ്റി? പേടിച്ചു പോയോ? അതെ, എനിക്ക് ആരും പേടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കണ്ടുപിടിക്ക്. ചലഞ്ച് അക്സെപ്റ്റഡ്. അവിക്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്ന്? ദിയ, കളിക്കുമ്പോ കുറച്ച് ശ്രദ്ധിക്കണേ. ഇവൻ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. നീ കൗണ്ട് ഡൗൺ തുടങ്ങ്. അറിയാലോ, നിന്നെ കളി എനിക്ക് നന്നായിട്ട് അറിയാം. നൈസ്. 1 2 3 4 5 6. വാ, നമുക്ക് വിളിച്ചിരിക്കാം. ഞാൻ ഇവിടെ പോയി വിളിച്ചിരിക്കാം. ഇവിടെ എവിടെ പോയി വിളിച്ചിരിക്കാം. എവിടെ പോയി വിളിച്ചിരിക്കുക? എവിടെങ്കിലും പോ. 1 2 3 4 5 6 7. അറിയാതെയാണെങ്കിൽ ശരി. നല്ല അവസരമാണ് സമീർ പെന്ന നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത്. ആ റോജയോട് എനിക്ക് പകരം വീട്ടാനായിട്ട്. 8 9 10. ആദ്യം ഞാൻ കണ്ടുപിടിക്കേണ്ടത് ആവിക്കിനെയാണ്. പിന്നെ ശല്യങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്കറിയാം ആവിക്, നീ ഇവിടെ ഇവിടെ ഇല്ലേ? നൈസ്. ആവിക്, റോജ ചേച്ചി ഇതാ വന്നോണ്ടിരിക്കാണ്. ഇവിടെയല്ലേ? സാരല്ല, മിടുക്കനാണല്ലോ. ആവിക്കുട്ടാ, നീ എവിടെയാ ഉള്ളത്? ഇതാ ഞാൻ വരുന്നു. പിടിച്ചു. റോജ ചേച്ചിക്ക് അറിയാം ചേച്ചിയുടെ മോൻ എവിടെയാ ഒളിച്ചിരിക്കുന്നെന്ന്. ഇതാ ചേച്ചി വന്ന് പിടിക്കാൻ പോവാ. പിടിച്ചേ. കണ്ടില്ലേ ഞാൻ എത്ര ഈസി ആയിട്ടാ കണ്ടുപിടിച്ചേന്ന്? കൺഗ്രാറ്റുലേഷൻസ് റോജ. വാട്ടെവർ. ആവിക്, ടിറ്റു, ആവിക്.
ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കഴിഞ്ഞു വാ. എന്തിനാ ഒറ്റയ്ക്ക് കളിക്കുന്നത്? ചെല്ല്, എല്ലാവരുടെയും കൂടെ ഒളിച്ചു കളിച്ചൂടി. നിനക്കും ആ ഗെയിം നിനക്ക് ഇഷ്ടമല്ലേ? എന്നാ ചെല്ല്. അയ്യോ, ഒളിച്ചിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാന്ന് മനസ്സിലാക്കിയിട്ട് പോ. ദാത് ആ പെട്ടി. ആ പെട്ടിയിൽ ഒളിച്ചിരുന്നാലുണ്ടല്ലോ പിന്നെ ആർക്കും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഉറപ്പായും ഈ കളി നീ തന്നെ ജയിക്കും. മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? ആ ചെല് ചെല് ചെല്, ഇപ്പൊ പോ. ഹായ്, ഇനി എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അവിക്, അവിക് മോനെ എവിടെയാ? അവിക് എവിടെയാ? കളി കഴിഞ്ഞു. മോനെ എവിടെയാ? അയ്യോ, ഇവനെ എവിടെയാ ഒളിച്ചിരിക്കുന്നേ? അവിക്, എന്താ ഇത്? ഒന്ന് നോക്കി നടന്നൂടെ? അതുപോലെ എന്താ പറ്റിയത്? എന്തിനാ അവിക്കിനെ അന്വേഷിക്കുന്നേ? അവൻ എവിടെ പോയി? അത് ഞാനും അവിക്കും കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കായിരുന്നു. എനിക്കറിയില്ല അവൻ എവിടെ പോയെന്ന്. ഞാൻ തെരഞ്ഞോണ്ടിരിക്കായിരുന്നു. അവനെ കാണാനില്ല. കാണുന്നില്ലെന്നോ? അതായത് അവിക്പനെ കാണാനില്ലെന്നോ? അതെ, അവിക്പനെ കാണാനില്ലെന്ന്. ആരുമില്ലേ? എവിടെ എല്ലാരും? എന്താ ഉണ്ടായേ? എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? അവിക് ബണ്ണക്ക് എന്തു പറ്റി? റാണിമ കാണാനില്ല. റാണിമ എവിടെയാന്ന് അറിയില്ല. എത്ര നേരം അന്വേഷിക്കുന്നെന്നോ? ഇല്ല ഇല്ല റാണിമ, എന്താ ഈ പറയുന്നേ? അവൻ എവിടെയും പോയില്ല. ഞങ്ങള് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചോണ്ടിരിക്കായിരുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവൻ എവിടെ ഒളിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് തെരഞ്ഞോണ്ടിരിക്കായിരുന്നു. അവൻ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവൻ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടാവില്ലേ? എത്ര നേരം നമ്മൾ കിടന്ന് ഒച്ച വെക്കുന്നു. എന്നിട്ട് എവിടെ അവൻ? മതി മതി, സംസാരിച്ചതൊക്കെ മതി. എല്ലാരും അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. എനിക്ക് എന്റെ അവിക് ബണ്ണയെ ഇപ്പോൾ തന്നെ കിട്ടണം. പ്രേം, ജോലിക്കാരോട് ചെന്ന് പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ പറയേ. ശരി. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? പോയി അവനെ തേട്. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അവിക് ബണ്ണ, അന്വേഷിക്കൂ. അവിക്പന്നയെ അന്വേഷിക്കൂ. അവിക്, അവിക്പന്ന. എന്തിനെല്ലാരും അവിക്ക് വിളിക്കുന്നേ? അവിക് ബണ്ണ, റാണിമേ എന്തു പറ്റി? അവിക് ബണ്ണയെ കാണുന്നില്ല. നിങ്ങൾ അവനെ കണ്ടോ? കാണുന്നില്ലെന്നോ? ഇപ്പോഴല്ലേ ഞങ്ങളുടെ കൂടെ ആ, എന്താ? ഇല്ലില്ല, നിങ്ങൾ ടെൻഷൻ ആവില്ല. ടെൻഷൻ ആവില്ലേ? വാ, പോയി വേഗം അന്വേഷിക്ക്. നീ എന്താ ഇവിടെ കാഴ്ച കണ്ടോണ്ട് നിൽക്കുന്ന? പോയി തേട്. ശരി. ഇവൻ എവിടെ പോയോ എന്തോ? അവിക് ബണ്ണ, അവിക് ബണ്ണ, അവിക് ബണ്ണ, അവിക് നീ എവിടെ ഉള്ളേ? നോക്ക്, ഗെയിം എപ്പോഴും കഴിഞ്ഞു. മോനെ കണ്ടോ? ഇല്ല ആന്റിക്കോ? നിനക്ക് അവിക്കിനെ കിട്ടിയോ? അവിക്, അവിക് എവിടെയാ മോനെ നീ? അവിക് ബണ്ണ, അവിക്, അവിക് ബണ്ണ, അവിക്. ഇവനെ കാണുന്നില്ലല്ലോ. കിട്ടിയോ? റാണിയമ്മ, ഞാൻ അവനോട് പറഞ്ഞതാണ് അവിടെ ഇവിടെ പോയി ഒളിക്കല്ലേന്ന്. എന്നിട്ട് അവൻ എന്റെ വാക്ക് കേട്ടില്ല. അവിക്, എന്തു പറ്റി? അവിക്കിനെ കിട്ടിയോ? റാണിമ എല്ലായിടത്തും നോക്കി, പക്ഷെ ഇതുവരെ കണ്ടുകിട്ടിയില്ല. ഇവനിത് എവിടെ പോയി? അവനൊന്നും സംഭവിക്കരുത്. പുറത്തുമില്ല അവൻ, അകത്തുമില്ല. അപ്പോ എന്റെ അമ്മ, ഇനി അവിക്പന്നെ എങ്ങനെ ആ പെട്ടി കയറി ഒളിച്ചിരിക്കുകയാണോ? അവിക് ബണ്ണയ്ക്ക് എങ്ങനെയാണ് ആ പെട്ടിക്കുള്ളിൽ കയറാൻ പറ്റുക?
അവിക് ബണ്ണ, മാറി നിക്ക. അവനെ എടുക്ക. അവിക് 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 ബണ്ണ, അവിക് ഈ ഒളിച്ചുകളിയൊന്നും പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി അവിക് ബണ്ണയുടെ അടുത്ത് വന്നു പോകരുത്. അവനെ എടുത്തോണ്ട് വന്നേ. റാണിയമ്മ എന്താ പറഞ്ഞെന്ന് നീ കേട്ടില്ലേ? ഇനി ഒരിക്കലും നീ അവിക് ബണ്ണയുടെ അടുത്തേക്ക് പോവുകയില്ല. ഇവിടെ തന്നെ നിക്ക് നീ. അതെ, ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിപ്പിച്ചേ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരം ഉറങ്ങുമായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ മാഡം. റാണിയമ്മ പ്ലീസ്, ഞാൻ ഒരു തവണ അവന്റെ അടുത്ത് വന്നിരുന്നോട്ടെ പ്ലീസ്. എന്നെ അവന് കേൾക്കാൻ പറ്റും. മോനെ അവിക് എഴുന്നേക്ക്. നോക്ക് ചേച്ചി വന്നു. എന്റെ മോൻ ഒന്നും സംഭവിക്കില്ല. നോക്ക്, കണ്ണുർക്ക്. റാണിയമ്മ ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഇന്നു മുതൽ നീ അവിക് ബണ്ണയെ തൊട്ടുപോകരുത്. അവന്റെ അടുക്കൽ പോലും നിന്നെ കണ്ടുപോകരുത്. അല്ലെങ്കിലേ ശരൺ ബണ്ണയെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് നിന്റെ ഈ അശ്രദ്ധ കാരണം അവിക് ബണ്ണയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ പിന്നെ എന്നോട് തന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇല്ല റാണിയമ്മ, അവിക് എന്റെ അനിയനാ. അവനെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. അവൻ നിന്റെ അനിയനായിരിക്കാം, പക്ഷെ ഇന്ന് അവൻ വീർഗഡിന്റെ രാജകുമാരനാണ്. ഒരു രാജകുമാരന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരിക്കലും ഇത്തരം അശ്രദ്ധ പാടില്ല. ഇന്നേ വരെ അവിക് ബണ്ണയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം നിനക്കായിരുന്നില്ലേ? അത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. റാണിയമ്മ മുന്നേ തന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ റാണിയമ്മ അവസരം തരികയാണെങ്കിൽ ഞാൻ അവിക് ബണ്ണയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. വേണ്ട റാണിയമ്മ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാൻ അങ്ങനെയൊന്നും ചെയ്യല്ല റാണിയമ്മ പ്ലീസ്. എന്റെ പപ്പ എനിക്ക് അവിക്കിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം തന്നിട്ടാ പോയത്. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാനല്ലാതെ ഈ കൊട്ടാരത്തില് അവിക്കിനെ നോക്കാനുള്ള വേറൊരാളില്ല. പ്ലീസ് റാണിയമ്മ. എന്റെ പപ്പ റാണിയമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. റാണിയമ്മ പപ്പയ്ക്ക് ശാസ്ത്രവും സമ്പ്രദായങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ അവിക്ക് വളരേണ്ടതും അങ്ങനെ തന്നെയാ റാണിയമ്മ. അത് മാത്രല്ല, റാണിയമ്മ കണ്ട് ഞാനും പതുക്കെ പഠിച്ചോളാം. ഇവളെപ്പം നോക്കിയാലും മുത്തശ്ശിയുടെ മനസ്സ് മാറ്റാനായിട്ട് റെഡി ആയിരിക്കാണല്ലോ. പ്ലീസ് റാണിയമ്മ, പ്ലീസ്. ശരി, ഇന്നു മുതൽ അവിക് ബണ്ണയുടെ എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുക്കുകയാണ്. മോഹിനി, എന്തോ? അവിക് ബണ്ണയുടെ മുറിയിൽ നിന്ന് റോജയുടെ എല്ലാ സാധനങ്ങളും പുറത്തെടുക്ക്. ഇന്നു മുതൽ ഇവൾ അവന്റെ മുറിയിൽ തങ്ങാൻ പാടില്ല. അവനെ ഒറ്റയ്ക്ക് കാണാനും അനുവദിക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? നീ അവിക് ബണ്ണയുടെ അടുത്തുപോലും പോകരുത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഈ വട്ടവും ഞാൻ തോറ്റു പോവുകയാണോ ഇന്ന്? പേടിക്കേണ്ട ആവശ്യമില്ല റാണിയമ്മേ. ഇപ്പൊ അവിക് ബണ്ണ നന്നായിട്ട് ഉറങ്ങാണ്. അതെ, അതാണ് എന്റെ ആഗ്രഹം. അവിക് ബണ്ണ ഇനി അവന്റെ ജീവിതത്തിൽ സമാധാനത്തോടെ ഇരിക്കണം. ഭഗവതിയുടെ വലിയ അനുഗ്രഹമാണ്. ആ പെട്ടിക്കകത്തിരുന്ന് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഈ പെങ്കൊച്ചിന്റെ ഉത്തരവാദിത്തക്കുറവുകൊണ്ട് സംഭവിച്ചത്. അതുകൊണ്ടാണ് തീരുമാനമെടുത്തത്. കുറെ ദിവസത്തേക്ക് അവിക് ബണ്ണ ഋഷികേശിലുള്ള ആശ്രമത്തിലേക്ക് പോകട്ടെ. അവിടെയാണെങ്കിൽ ഇവന് ഭേദമാകും.
ആ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. എത്രയും വേഗം ഇവന് വേണ്ടി അവരുടെ അപ്പോയിന്റ്മെന്റ് ഞാൻ വാങ്ങിക്കാം. റാണിയമ്മ എടുത്തത് നല്ല തീരുമാനമാണ്. ആവിക് സുഖം പ്രാപിക്കുന്നത് വരെ അവൻ അവിടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവൻ അവിടെ സുരക്ഷിതനായിരിക്കും. അയ്യോ, ഒരു വലിയ തെറ്റാണല്ലോ പറ്റിയത്. ഇതിലും നല്ലത് അവിക് പന്ന റോജയുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരുന്നു. ഇനിയിപ്പോ റാണിയമ്മ ഉമ്മയായ പൊട്ടൻ രാജാവിനെ നേരെയാക്കി തന്നെ ഇരിക്കുകയുള്ളൂ. ഇനി എങ്ങാനും അവിക് പന്ന വായ തുറന്നാലുണ്ടല്ലോ, അതോടുകൂടി എന്റെ ജീവിതത്തിന്റെ കാര്യം തീർന്നു. I miss you, Mommy, Papa. I'm so sorry. I'm so sorry. I'm so sorry. ഞാൻ തന്ന വാക്ക് പാലിച്ചില്ല അമ്മ. I'm so sorry. പക്ഷെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, നമ്മുടെ അവിക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് സുരക്ഷിതനായിരിക്കും എന്നുള്ള കാര്യം. അവനിനി ഒന്നും സംഭവിക്കില്ല. അവനും അപ്പയെ പോലെ നല്ല രീതിയിൽ വളർന്നു വരും. എനിക്ക് റാണിയമ്മേ പൂർണ്ണ വിശ്വാസമുണ്ട് പപ്പ. അവന് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് അവനെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തും, അത് ഉറപ്പാ. നിങ്ങൾ രണ്ടുപേരും അവനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. അവന്റെ ചേച്ചി ഇന്നവന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഈ പെട്ടി എന്തിനാ ഇവിടെ വെക്കുന്നത്? അതിപ്പോ പെട്ടി എപ്പോഴും ഇവിടെ തന്നെയല്ലേ വെക്കുന്നത്. അവിടെ ആരാ കൊണ്ടുവച്ചെന്ന് എനിക്കറിയത്തില്ല. വാ, പോ. എനിക്ക് തോന്നുന്നത് ഈ പെട്ടിക്കകത്ത് ശരിക്കും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നാ. എന്തുപറ്റി? പെട്ടിക്കകത്ത് പോകണമെന്ന് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? വേണമെങ്കിൽ ഞാൻ നിനക്ക് സമയം ഇവിടുന്ന് പോക്കോ. ഞാനിപ്പോ നിന്നോട് സംസാരിക്കാനുള്ള നല്ല മൂഡിലല്ല. നീ എപ്പോഴും എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുള്ളത്? നീ എപ്പോഴും എന്നോട് സമീർ, എന്റെ മമ്മയും പപ്പയും മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴും ഷോക്കിൽ തന്നെയാ ഉള്ളത്. ദയവേത് എന്നെ ശല്യപ്പെടുത്തല്ലേ. റോജ, നീ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. അവിക് ബന്നയെ പെട്ടിയിൽ ഒളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ കഴുത്ത് തിരിച്ചിരുന്നെങ്കിൽ ഇന്നിത് സംഭവിക്കില്ലായിരുന്നു. ഇപ്പൊ ഈ ചെറിയ പാക്കറ്റ് ഋഷികേശിൽ പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവന് ശബ്ദം തിരിച്ചു കിട്ടി എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞാൽ പിന്നെ നിന്റെ തലയും അതോടൊപ്പം എന്റെ തലയും. എന്ത് സത്യമാണ് ഞാൻ പറഞ്ഞത് അച്ഛാ? പിന്നെ സംഭവിക്കുന്നത് ശരൺ ബന്നയ്ക്ക് സംഭവിച്ചതുപോലെ കത്തി എരിഞ്ഞ് ചാമ്പലാകും. എന്താണ് കത്തി ചാമ്പലാവുക? എന്തോ കത്തി ചാമ്പലാകുമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. രാജ്, അത് പിന്നെ ഞങ്ങൾ പറഞ്ഞു. റാണിയമ്മ, അച്ഛൻ പറയാൻ വന്നത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചായിരുന്നു. അച്ഛൻ പറയുന്നത് ഞാനത് നേരിട്ട് ശ്രദ്ധിച്ചെല്ലാം ചെയ്യണമെന്നാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ തന്നെ എല്ലാം കത്തി നശിച്ചു പോകുമല്ലോ. അതേക്കുറിച്ചായിരുന്നു അച്ഛന്റെ പേടി, അല്ലേ അച്ഛാ? ആ, മോഹിനി പറഞ്ഞത് ശരി തന്നെയാണ്. അതും ശരി തന്നെ.
എന്ത് പറ്റി റാണിമ? നിങ്ങളെന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അതെ, നാളെ അവിക് ബണ്ണയെ ഋഷികേശിലേക്ക് ട്രീറ്റ്മെന്റിനായി കൊണ്ടുപോകണം. അങ്കിത് എന്നൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരാൻ ഒരു 15 ദിവസം ആകുമെന്ന്. അതുകൊണ്ട് അവിക് ബണ്ണയുടെ ട്രീറ്റ്മെന്റ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് പിന്നെ രാജ്, നീ ഇങ്ങനെ വിഷമിക്കണ്ട. അവിക് ബന്ന പെട്ടെന്ന് തന്നെ സുഖമാകും. നന്നായി, ഞാൻ അവിക് ബണ്ണയെ കണ്ടിട്ട് വരാം. എന്തായാലും നീ അത് വളരെ നന്നായി കൈകാര്യം ചെയ്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു സെക്കൻഡ് ഞാൻ വല്ലാതങ്ങ് പേടിച്ചു പോയി. രാജ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയോ എന്ന്. ഏത് രഹസ്യം? അവിക് ബന്ന സംസാരിക്കാൻ തുടങ്ങിയാൽ അത്രയ്ക്ക് എന്ത് അപകടം നിങ്ങൾക്കുള്ളത്? അങ്ങനത്തെ എന്ത് രഹസ്യമാണുള്ളത് ഞാൻ ഇതുവരെ അറിയാത്തതായിട്ടൊന്ന്? എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അവിക്കിനെ പോലെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ല. അവന്റെ മനസ്സിൽ ഓരോ സെക്കൻഡും പേടിയുണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ എന്റെ റെസ്പോൺസിബിലിറ്റികൾ നോക്കാൻ പറ്റാതെ ഞാൻ ഫെയിലായി പോകുന്ന പേടിയാവുന്നു. എന്തിനാ എന്നെ ഇട്ടേച്ച് പോയത്? എന്തിനാ? എനിക്ക് നിങ്ങളുടെ സാമീപ്യം വളരെ അത്യാവശ്യം പപ്പ. മമ്മ, എനിക്ക് മമ്മയുടെ സഹായം വേണം പപ്പ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ പപ്പ. പ്ലീസ് മമ്മ, എന്നെ ഹെൽപ്പ് മീ. പ്ലീസ് എന്നെ ഹെൽപ്പ് മീ. അമ്മയും അച്ഛനില്ലാത്തതിന്റെ വേദന എങ്ങനെയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം റോജ.